ഇന്ന് ഞാനിവിടെ കാശ്മീരി ദം ആലുവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു 7 ബേബി പൊട്ടറ്റോ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്ത ശേഷം എല്ലാ പൊട്ടറ്റോയും ഇതുപോലെ ഫോർക്ക് കൊണ്ട് കുത്തി എടുത്ത് വെക്കുക. ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യില്ല. 2 കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുക്കണം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1/2 ടീസ്പൂൺ കായപ്പൊടി, കുറച്ച് കസൂരി മേത്തി, ഒരു ഫ്രഷ് ക്രീമിന്റെ പാക്കറ്റ്, കുറച്ച് മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 6 ഗ്രാമ്പു, 6 ഏലക്ക. ഇത് ഇത്രയും കൂടിയിട്ട് ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കും. പാൻ ചൂടാകുമ്പോഴേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം, ചെറിയ ജീരകം, ഏലക്ക, ഗ്രാമ്പു ഇത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് റോസ്റ്റ് ചെയ്യാം. ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കാം. പൊടിക്കുന്ന ഒരു കല്ലിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. തരിതരിപ്പായിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. ഇതിവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന തൈരിലേക്ക് മുളക് പൊടി, കായപ്പൊടി, ജിഞ്ചർ പൗഡർ ഇത്രയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇതിന് കാശ്മീരി റെഡ് ചില്ലി പൗഡർ തന്നെ ഉപയോഗിക്കണം. എരിവും കുറവായിരിക്കും, നല്ല കളറും ആയിരിക്കും. പൊട്ടറ്റോ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഇത് മാറ്റാം. ഇതേ എണ്ണ തന്നെയാണ് ഇനി നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിത്തുടങ്ങുമ്പോഴേക്ക് 2 വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് മാറി നിന്ന് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈരിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് യോജിപ്പിച്ചു കൊടുക്കാം. യോജിപ്പിച്ച ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഫ്ലെയിം കുറച്ചിട്ടിട്ട് 20 മുതൽ 30 മിനിറ്റ് വരെ ഇത് വേവിച്ചെടുക്കാം. ഇതിവിടെ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അടപ്പ് മാറ്റി നോക്കാം. ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. 100 ഗ്രാമിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതിന് മുകളിൽ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല പൊടി വിതറി കൊടുക്കാം. കസൂരി മെത്തിയും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മണമാണ് ഈ ഗ്രേവിക്ക്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതിന് മുകളിൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കാശ്മീരി ദം ആലു ഇവിടെ തയ്യാറായി. ഇത് ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.